ഹലോ വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ഹംന. അപ്പോൾ ഇന്ന് നമ്മൾ ലക്ഷദ്വീപിൽ സെക്കൻഡ് ഡേ ആണ്. അങ്ങനെ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ചപ്പാത്തിയും എഗ് കറിയായിരുന്നു നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അത് കഴിച്ചു. ഇനി നമുക്ക് ഫ്രഷായി റെഡി ആയിട്ട് നമുക്കിനി കൽപ്പത്തി ഐലൻഡ് പോകാനുണ്ട്. ഇനി ഇവിടുന്ന് ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ കൽപ്പറ്റി ഐലൻഡ് പോകുന്നത്. നമ്മളുടെ കൂടെ നമ്മുടെ റൂമിന് തൊട്ടടുത്തുള്ള റൂമിലുള്ള കപ്പിൾസും കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കൽപ്പറ്റി ഐലൻഡ് പോകുന്നത്. ഗ്ലാസ് ബോട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് ടേർട്ടിൽസിനെ വലിയ ആമനെ കണ്ട് നല്ല രസമായിരുന്നു. നമ്മൾ ബോട്ടിങ്ങോട്ട് എത്തുമ്പോൾ അതിങ്ങനെ പോവും, അങ്ങനെ കുറേ ചുറ്റി നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കൽപ്പറ്റി ഐലൻഡ് എത്തി. നമ്മൾ വരുമ്പോൾ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ മഴ കൊണ്ടു. കളർഫുൾ വെച്ചില്ലേ, നമ്മളവിടുത്തെ രസമില്ലാത്ത വെച്ചല്ലേ. ഞണ്ട് ഇതാ ഇതിപ്പോ പോയി. ഇനി ഒളിച്ചിക്ക ഒച്ചന്നെ വരി നമ്മളെ കണ്ട പൊളിച്ചു. തിരിച്ചിട്ട് കൊടുക്കും. ഇത് ഒച്ചാണേ, വികരുതേ കാലമൊക്കെ. ഓക്കെ ബൈ. അങ്ങനെ കൽപ്പറ്റി ഐലൻഡ് കണ്ടു, കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഇനി നമ്മൾ തിരിച്ച് അഗത്തിയിലോട്ട് തന്നെ പോവാണ്. നമുക്കിനി ഉച്ചയ്ക്ക് സ്കൂബ ചെയ്യാൻ പോവാനുണ്ട്. ഇവിടെ നമ്മൾ സ്കൂബ ചെയ്യുന്നത്. അതാ അതേമാതിരി പൊട്ടിച്ചില്ല ചോറ് തുറന്നിട്ട് ഇങ്ങോട്ട് മാറ്റിച്ചു. പേര് ചിക്കൻ പച്ചത്. ഇനി ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡെല്ലാം ഹോംലി ഫുഡായിരുന്നു. നമ്മുടെ പാക്കേജിൻ്റെ ടീമിൻ്റെ ആളുടെ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡായിരുന്നു നമുക്ക് 3 നേരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ഹോംലി ഫുഡ് തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോവാണ്. നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തരും. ഈ ബോട്ടിലാണ് നമ്മൾ സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ 2 പേരും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സോ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളുടെ കൂടെ വേറെയും 3 പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടോട്ടൽ 5 പേരാണ് സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി സ്കൂബ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ ടേൺ ആണ്. നമ്മൾ 2 പേരും ഇറങ്ങാൻ പോവാണ്.
നമ്മൾ വെള്ളത്തിലിറങ്ങി നമ്മൾ ഓക്കെ ആക്കിയതിന് ശേഷം അവർ നമ്മളെ വെള്ളത്തിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പം ഞാൻ ഡബിൾ ഓക്കെയാണ്. അപ്പോൾ നമുക്കിനി വെള്ളത്തിൻ്റെ അടിയിലെ കാഴ്ചകൾ കാണാം. ഞാൻ ഇത്രയും മീനുകളെല്ലാം ഒരുമിച്ച് കണ്ട ത്രില്ലിൽ അതിനെ തൊടാനും പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് പിടിക്കാൻ പാടില്ല, തൊടാം നമുക്ക്. അതിങ്ങനെ കയ്യിലും ഒക്കെ ഇങ്ങനെ വന്നിങ്ങനെ പോകും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അടിയിൽ അതൊരു വേറെ തന്നെ ഒരു ലോകമാണ്. ഞാൻ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എത്രയോ 100 ഇരട്ടി ഭംഗിയാണ് നമ്മൾ കണ്ണുകൊണ്ട് അത് കാണുമ്പോൾ. അങ്ങനെ അത് നമുക്ക് 2 പേർക്കും നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് സ്കൂബ ഡൈവിങ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അറിയോ? ഗുഡ്. നീ ചെയ്യണ്ട. അങ്ങനെ ഇന്നത്തെ ഡേ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ രാത്രിയായി, ഡിന്നർ കഴിച്ചു. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.